എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഷൊർണൂർ ഭാഗത്താണ് കേട്ടോ. ഈ കാണുന്ന വീടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. 4.5 സെൻറ്റ് സ്ഥലവും 1150 സ്ക്വയർ ഫീറ്റ് വീടും. വീടിൻ്റെ മുന്നിലൂടെ നല്ല റോഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വീതിയുള്ള റോഡാണ്, നല്ല വൃത്തിയുള്ളൊരു വീടാണത്. ഈ വീടിൻ്റെ 2 ഭാഗം റോഡാണ് കണ്ടോ. അത് മുന്നിലൂടെയുള്ള റോഡ്, അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് വേറൊരു റോഡാണ്. ഇവിടെ കാറൊക്കെ കയറാനുള്ള വലിയ സ്ലൈഡിങ് ഗേറ്റാണ് വെച്ചിട്ടുള്ളത്. പിന്നെ മുറ്റത്ത് കണ്ടില്ല, റെഡും ബ്ലാക്കും കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഇൻ്റർലോക്കാണ്. അതുകൊണ്ട് നല്ലൊരു വൃത്തി ഉണ്ടോ, നല്ലൊരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ. പൂച്ചെടികളൊക്കെ കണ്ടില്ലേ, കുറച്ച് നിലത്തുനിന്ന് വിട്ടിട്ട് വെച്ചിരിക്കുകയാണിത്. മൊത്തം 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. ഇതാണ് വീടിൻ്റെ മുൻവശം, കണ്ടില്ലേ. നല്ല ഇത് മുന്നിലത്തെ റോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഗേറ്റാണ് അവിടെ. അതുപോലെ 2 തെങ്ങുണ്ട്, ഒരു മാവുണ്ട്. 2 നില വീടായിട്ടാണ് വെച്ചിരിക്കുന്നത്. വെള്ള സൗകര്യത്തിന് നിലവിൽ പൈപ്പ് കണക്ഷൻ ഉണ്ട്, യഥേഷ്ടം വെള്ളമുണ്ട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് ടൗണിൽ നിന്നൊക്കെ വെറും ഒരു 3.5 കിലോമീറ്റർ മാത്രമേ ഈ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ കേട്ടോ. ഇത് അടുക്കളയുടെ പുറകുവശമാണ്. ഇവിടെ കണ്ടോ, അതൊക്കെ കറിവേപ്പിൻ്റെ തൈകളാണ് കേട്ടോ ഈ നിൽക്കുന്നത്. പിന്നെ നാരങ്ങയുടെ ഒരു തെയ്യുണ്ട് കണ്ടോ, നാരങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലേ. അതുപോലെ ചുറ്റും മതിൽ കെട്ടിയിട്ട് സേഫ്റ്റി ആക്കിയ വീടാണ് കേട്ടോ. കണ്ടോ, 4 ഭാഗം മതിലുണ്ട്. ഇത് വീടിൻ്റെ പിൻവശം. ഇതുണ്ട്, ഈ വലതുവശത്തെ ഒരു മാവ് കണ്ടില്ലേ, അത് നല്ല കായ്ക്കുന്ന മാവാട്ടോ, ചെറുതാണെങ്കിലും. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. നല്ലൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് ആദ്യം. നല്ല ഭംഗിയുള്ള ടൈൽസൊക്കെ കേട്ടോ. അതുപോലെ മരത്തിൻ്റെ വാതിലൊക്കെ കണ്ടത് നല്ല തേക്കിൻ്റെ മരമാണത്. പിന്നെ ഇതുണ്ടോ, ടൈൽസ് ഉണ്ടല്ലേ, നല്ല വൃത്തിയുള്ളൊരു ടൈൽസാണ്. നല്ല ചെറിയ രീതിയിലൊക്കെ നല്ലൊരു ഡിസൈൻ വർക്കും നല്ലൊരു ഫിനിഷിങ്ങുള്ള വീടാണ്. ഇതിൻ്റെ മുൻവശമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇത് 5 വർഷം പഴക്കമുള്ളൂ കേട്ടോ. വീട് കെട്ടിയിട്ട് 5 വർഷം പഴക്കമുള്ളൂ. ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോറ് കടന്ന ഉള്ളിലേക്ക് എത്തിയ ഒരു ഹാള്. അവിടെ തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്, TV, സോഫ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഡൈനിങ് സെക്ഷനും അവിടെ തന്നെ കേട്ടോ. ഡൈനിങ് ടേബിളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പമുള്ളൊരു ഹാൾ തന്നെയാണ് കേട്ടോ. ഇത് ലിവിങ് ഏരിയ. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ, അതിൻ്റെ തൊട്ട് ഇതൊരു ഡൈനിങ് ടേബിൾ, അതിൻ്റെ തൊട്ട് വാഷ് ബേസിന് ഒക്കെയാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. 3 ബെഡ്റൂമുള്ളത് 3 അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. ഈ ബെഡ്റൂം ഇതിലിപ്പോൾ ഒരാൾ കിടക്കുന്നുണ്ട്, അത് കാരണം ഇപ്പോൾ ഇത് ഫുള്ള് നമുക്ക് എടുക്കാത്തത്. ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്, വലിപ്പമുള്ള റൂമാണ്. ഇത് അതിൻ്റെ തൊട്ടുള്ള 2ാമത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള റൂമാണ് കേട്ടോ. ഇതും അറ്റാച്ച്ഡ് തന്നെയാണ്. സാധനങ്ങളൊക്കെ അവരിപ്പോൾ തൽക്കാലം വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുകയാണ്. ആകെ 2 ആൾ മാത്രമേ ഇപ്പോൾ ഇതിൽ താമസിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവർ ഈ റൂമൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് വാഷിംഗ് മെഷീൻ്റെ പൈപ്പൊക്കെ ഇട്ടിട്ട് ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. റൂമുകൾ നല്ല വലിപ്പമുണ്ട്, കുഴപ്പമില്ലാത്തൊരു. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക. അതുപോലെ ഈ വീട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവിടുന്ന് വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് എത്തി. അടുക്കളയും കുഴപ്പമില്ലാത്തൊരു അടുക്കളയാണ്. റാക്കും കാര്യങ്ങളും ഷെൽഫൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അടുക്കള കേട്ടോ. അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക കേട്ടോ. ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയാണ്, ഈ ഡോറാണ് കേട്ടോ. ഇത് അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹാളിലെത്തി. ഇനി മുകളിൽ ഒരു റൂം കൂടി ഉണ്ട്. സ്റ്റെയർ കേസ് കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു റൂമാണുള്ളത്. സ്റ്റെയർ കേസിൻ്റെ സൈഡ് കൈവരിയൊക്കെ നല്ല സ്റ്റീലിൻ്റെ ആണ് കേട്ടോ ചെയ്തേക്കണത്. കൈവരി 35 ലക്ഷം രൂപയാണ് ഈ വീടും സ്ഥലത്തിന് വില പറയുന്നത് കേട്ടോ. സ്റ്റെയർ കേസ് കയറിയതും ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ്. ഇവിടെ ഒരു ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് അതൊരു ബെഡ്റൂം. ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറ്. ഇതാണ് ഇതിലെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. താഴത്തെ അതേപോലെ വലിപ്പമൊക്കെ ഉള്ള നല്ലൊരു ബെഡ്റൂമാണ്. ഇതൊന്നും ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നില്ല, അടച്ചിട്ടിരിക്കുകയാണ്. നല്ല വീടാണ്. 5 വർഷം പഴക്കമുള്ള വെച്ചാലും അത്ര യൂസേജും പരിക്കൊന്നും പറ്റാത്തൊരു വീടാണ് കേട്ടോ. ഇത് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇപ്പോൾ ആ ഡോറ് കാണുന്നത് പുറത്തേക്കുള്ള ടെറസിലേക്കുള്ള ഡോറാണത്. ഇത് ബാത്റൂം. നല്ല വൃത്തിയും ഫിനിഷിങ്ങും ഒക്കെ ഉള്ള നല്ല ബാത്റൂമുകളാണ് കേട്ടോ. അതുപോലെ ബസ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് ഇറങ്ങി ഒരു 300 മീറ്റർ നടന്നാൽ വീട്ടിലെത്തി.
പിന്നെ ഷൊർണൂർ ടൗണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിട്ടുള്ളൊരു ടൗണാണല്ലോ. റെയിൽവേ സ്റ്റേഷൻ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ബാൽക്കണി. നല്ല വൃത്തിയുള്ള ബാൽക്കണി കേട്ടോ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. വിലയിൽ ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.